ശ്രീ വത്സൻ തില്ലങ്കേരി, നമസ്തേ. ഈ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ നിയന്ത്രണങ്ങൾ അത് ഭക്തരും ഹിന്ദു ഐക്യവേദിയും ഒരുപോലെയാണല്ലോ എതിർക്കുന്നത്. ഒന്ന്, ഈ ഉത്സവത്തിൻ്റെ മാറ്റു കുറയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഈ വൃശ്ചികോത്സവത്തിൻ്റെ ഭാഗമായി പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നടക്കുകയും അതിനെതിരെ ഭക്തർ അന്ന് തന്നെ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. സമാനമായാണ് ഈ ഗുരുവായൂർ ഏകാദശി നാളിലും നമ്മൾ കണ്ടത്. നമസ്കാരം. കേരളത്തില് ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രങ്ങളിലെ മഹോത്സവങ്ങളുണ്ട്. ഗ്രാമക്ഷേത്രങ്ങളിലെയും അതാത് ഗ്രാമോത്സവമായി അതാത് സ്ഥലത്തെ ഭക്തജനങ്ങളും നാട്ടുകാരും എല്ലാം ചേർന്ന് അത് ആഘോഷിക്കുകയാണ്. ക്ഷേത്രോത്സവങ്ങൾ എന്ന് പറയുന്നത് നാടിന്റെ പൊതുവായ ഉത്സവമാണ്. ആ നാടിന്റെ ഒരു ദേശീയോത്സവമായിട്ടാണ് അവരത് ആഘോഷിക്കുന്നത്. അപ്പോൾ അതാത് പ്രദേശത്തെ ആളുകൾക്ക് സാധിക്കുന്ന രീതിയിൽ അവർ ആ ഉത്സവത്തിന്റെ പൊലിമ വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും എല്ലാം സംഘടിപ്പിക്കാറുണ്ട്. അത് വളരെ കാലമായി നടന്നു വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഈ ഉത്സവങ്ങൾ എന്നത് നേരത്തെ ഉള്ളതിൽ വ്യത്യസ്തമായി ഇപ്പോൾ കുറെ കൂടി ആളുകളുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി വളരെ ഗംഭീരമായി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കാലത്ത് അന്ത്യത്തിരി പോലും കത്തിക്കാനില്ലാത്ത ക്ഷേത്രങ്ങൾ പോലും ഭക്തജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി അത് പുനർനിർമ്മിച്ച് ജീർണോദ്ധാരണമൊക്കെ നടത്തി ഉത്സവങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് ആ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരുമയും അതുപോലെ തന്നെ കൂട്ടായ്മയും എല്ലാം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ഉത്തരായന കാലം എന്ന് പറയുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ മഹോത്സവങ്ങൾ, ആഘോഷങ്ങൾ അവയെല്ലാം ചേർന്ന് ഒരു വലിയ ആവേശവും അതിന്റെ ഭക്തിയും ആത്മീയതയും അതിന്റെ ഉണർവും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ കുറച്ചു കാലമായി നമ്മുടെ നാട്ടിലെ ചില അരാജകവാദികൾ, ചില NGO-കൾ ഇത്തരം നമ്മുടെ ഭാരതീയ സംസ്കാരത്തോട്, നമ്മുടെ പൈതൃകത്തോട്, പാരമ്പര്യത്തോട്, വിശ്വാസ പ്രമാണങ്ങളോട്, ആത്മീയതയോടെല്ലാം നിരങ്കുശമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ചില ആളുകൾ അവരിതിനെ അതിശക്തമായി എതിർക്കും. ഏകപക്ഷീയമായിട്ടാണ് അത്തരം എതിർപ്പുകൾ ഉണ്ടാകുന്നത്. അതിനെ എതിർക്കുകയാണ്. അപ്പൊ അവർ പലപ്പോഴും അതിന് നിയമത്തിന്റെ മാർഗവും കൂടി സ്വീകരിക്കുകയാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ അവർ നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിലും അതുപോലെ തന്നെ അതിന്റെ പരിധിക്കുള്ളിൽ നിന്നും മാത്രം നോക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അതിനനുസരിച്ചാണ് ചില ഉത്തരവുകളൊക്കെ ഉണ്ടാകുന്നത്. അത്തരം ഉത്തരവുകൾ ഉത്സവാഘോഷങ്ങളെയും അതുപോലെ തന്നെ പൂരങ്ങളെയും വേലകളെയും എല്ലാം വളരെ തെറ്റായ രീതിയിൽ അത്തരം ആഘോഷങ്ങൾ വളരെ പ്രതിഷേധത്തിനിടയാക്കുന്ന രീതിയിൽ പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ആഘോഷ കമ്മിറ്റിയുടെയും ആളുകൾക്കെതിരായിട്ട് എക്സിക്യൂട്ടീവ്സുകൾക്കെതിരായിട്ടൊക്കെ കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അത് മഴ പെയ്തപ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് ആനക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല, അത് ആന അടുത്തു എന്നൊക്കെയാണ് വളരെ ബാലിശമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ രീതിയിൽ നീങ്ങുന്നത്. ഇതെന്തായാലും ഇതിന്റെ പുറകിൽ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുണ്ട്. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ, ആഘോഷങ്ങളൊക്കെ തർക്കിയിട്ട് മൃഗസ്നേഹം മാത്രമൊന്നുമല്ല, ഇതിന് പുറകിലൊക്കെ വളരെ തന്ത്രപരമായ ആസൂത്രിതമായ നീക്കമുണ്ട്. അപ്പൊ അതിനെതിരായിട്ട് ഭക്തജനങ്ങളുടെ ഇടയിൽ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ക്ഷേത്രങ്ങളുടെ ആഘോഷവേളകളൊക്കെ ഒരു സമരമുഖമായി മാറ്റണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രതിഷേധത്തിന്റെ ഒരിടമായി മാറ്റണമെന്നും ആരും ആഗ്രഹിക്കുന്നില്ല. വളരെ സമാധാനപരമായി, ശാന്തമായി, ആത്മീയമായ അന്തരീക്ഷത്തിൽ നടക്കേണ്ടതാണത്. പക്ഷെ അതിനെയൊക്കെ ഒരു കലുഷിതമാക്കാനുള്ള ദുഷ്ടബുദ്ധി ഇതിനൊക്കെ പുറകിലുണ്ട് എന്നൊക്കെ ഹിന്ദു ഐക്യവേദി ഈ പ്രശ്നത്തിൽ ശക്തമായി ഇടപെടുന്നുണ്ട്. നേരത്തെ തന്നെ വളരെ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇനിയിപ്പോ എല്ലാ ജില്ലകളിലും പ്രധാന ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉത്സവ ആഘോഷങ്ങൾക്ക് നിയന്ത്രണമുള്ള പ്രധാന ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെയും ക്ഷേത്രസമിതികളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ആളുകളുടെയും മറ്റ് കലാകാരന്മാരുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ കൂട്ടായ്മകൾ നടക്കാൻ പോവുകയാണ്. ഡിസംബർ മാസം 17-ാം തീയതി തൃശ്ശൂരിൽ വെച്ചിട്ട് കൗസ്തു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് വലിയ ഒരു പരിപാടി ഈ ആചാര സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉത്സവാഘോഷങ്ങളെ നിയന്ത്രിക്കാനുള്ള നീക്കത്തിനെതിരായിട്ട് ഒരു വലിയ കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രോപദേശ സമിതികൾ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ, അതുപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് പ്രഗത്ഭരായ വ്യക്തികൾ, പൂരപ്രേമികൾ, അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു വലിയ സമ്മേളനമാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്തും ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രതിഷേധം വളരെ വ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും എല്ലാം ഈ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അധികൃതർ അതിനാവശ്യമായ മാറ്റങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ വരുത്തണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, വരുത്തണമെന്നാണ്
ആവശ്യപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഉത്സവങ്ങളും ആഘോഷങ്ങളും അത് നല്ല രീതിയിൽ നടക്കണം. അതിന് എന്തെങ്കിലും നിയമത്തിൻ്റെതായ ചട്ടങ്ങളുടേതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനാവശ്യമായ ഭേദഗതി വരുത്താൻ തന്നെ അധികൃതർ തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. ഹിന്ദു ആഘോഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൽ മൃഗങ്ങളെയോ അല്ലെങ്കിൽ അതിൽ ജീവജാലങ്ങളെയോ അത് ഉപദ്രവിക്കുന്നതല്ല, അതിനെ ആദരിക്കുകയാണ്, അതിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ആ മഹത്വത്തോടു കൂടിയാണ് കാണുന്നത്. ആ നിലയിൽ അതിനെ കാണുന്നതിന് പകരം ചില ആളുകളുടെ അന്ധമായ കപടമായ മൃഗ സ്നേഹമൊക്കെ ഉത്തരവുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ അടിച്ചേൽപ്പിക്കലും എന്തായാലും വിഷയത്തിനിടയാക്കുന്നുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ വത്സൻ തില്ലങ്കേരി പ്രതികരിച്ചതിന്.